സൗദിയിൽ റിയാദ് സീസണിന്റെ ഭാഗമായി അരങ്ങേറിയ ഇന്ത്യൻ ഫെസ്റ്റിൽ നാട്ടിൽ നിന്നെത്തിയ നിരവധി കലാകാരന്മാരാണ് അണിനിരന്നത്. വിവിധ നാടൻ കലാരൂപങ്ങളുമായി കലാകാരന്മാർ സ്വദേശികളുടെയും വിദേശികളുടെയും മനം കവർന്നു. റിയാദിലെ സുവൈദി പാർക്കിൽ നിന്ന് മിഷാൽ ചെർപ്പളശ്ശേരി വിവരങ്ങൾ നൽകും. റിയാദ് സീസണിന്റെ ഭാഗമായി സുവൈദി പാർക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറുന്ന ഇന്ത്യൻ ഫെസ്റ്റ് തുടരുകയാണ്. ഇവിടെ നിരവധി ഇന്ത്യൻ കലാരൂപങ്ങളും സാംസ്കാരിക കലാപരിപാടികളുമാണ് ഇവിടെ അരങ്ങേറുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി കലാകാരന്മാർ ഇവിടെ നാടൻ കലകൾ അവതരിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താണ് വിശേഷങ്ങൾ? നമസ്കാരം, സുഖം. എവിടെയാണ് വരുന്നത്? ഞങ്ങള് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മൂക്കുതല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ശ്രീരഞ്ജനി നാടൻ കലാരൂപം, അതാണ് ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ പേര്. ഇപ്പം 8 ദിവസമായി അല്ലേ? അതെ. ആദ്യമായി തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വേദി പങ്കെടുക്കാൻ സാധിച്ചതിൽ തന്നെ ഞങ്ങൾ റിയാദ് ഈ ഫെസ്റ്റിവലിൽ ഞങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിന് അവർക്കും ഞങ്ങൾ സഹ കലാകാരന്മാരിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എത്ര പേരാണ് വന്നിട്ടുള്ളത്? ഞങ്ങൾ മൊത്തം 22 ആൾക്കാരാണ് ഇതിൽ മൊത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് സൗദിയിൽ വരുന്നത്? അതെ, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് വിദേശത്ത് പോകുന്നത്? അല്ല, വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ദുബായ്, തൃശ്ശൂർ പൂരം, അതേമാതിരി തായ്ലാൻഡിൽ പോകുന്നുണ്ട്, ശ്രീലങ്കയിൽ പോകുന്നുണ്ട്. അതേപോലെ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഫുള്ളായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ വേറെയും കലാകാരന്മാരുണ്ട്. നമ്മൾ ഇവിടെ പരേഡിലാണ് പ്രധാനമായിട്ടും നമ്മൾ പങ്കെടുക്കുന്നത് അല്ലേ? പരേഡിൻ്റെ ഒരു ഇടവേളയിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പരിപാടികളൊക്കെ? പരിപാടികളിൽ സൂപ്പറാണ്. എല്ലാ രീതിയിലുള്ള പരിപാടികളും ഉണ്ട്. നമ്മളെ തന്നെ തറയുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ഇപ്പൊ ഇതിന്റെ നാടൻ കലാരൂപങ്ങൾ എന്നാണ് ഇതിന്റെ പേര്? ഇതിന്റെ അരയന്നം. ഓരോന്നും അല്ലേ? മൊത്തം 4 വേഷങ്ങളുണ്ട്. അരയന്നം 4 വേഷമുണ്ട്. പിന്നെ മിറർ വേറെ ഉണ്ട് 4 വേഷം. മൊത്തം 4 വേഷങ്ങളാണ് എല്ലാം വന്നുള്ളത്. ഈ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ അതോ? നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അല്ലേ? എങ്ങനെയുണ്ട് നാട്ടിലത്തെ ഒരു പെർഫോമൻസും ഇവിടുത്തെ ഒരു പെർഫോമൻസും? നമ്മുടെ സൗദികളൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളോട് ഉള്ള ഒരു പ്രതികരണം? എല്ലാവരും നല്ല രീതിയിലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. നമ്മളെ കേരളത്തിലത്തെ പോലെ തന്നെയാണ് ഇവരും സ്വീകരിച്ചിരിക്കുന്നത് നമ്മളെ. അതെല്ലേ? ഇവിടുത്തെ കാണികളൊക്കെ എന്താണ്? മലയാളികളൊക്കെ കൂടുതൽ? മലയാളികളാണ് കൂടുതലും. മലയാളികളാണ് ഉള്ളത്. എല്ലാവരും നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഈ കോസ്റ്റ്യൂം ഏകദേശം എത്ര സമയം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കണം? ഏത് മൊത്തം ഇവിടെ 2 മണിക്കൂറാണ്. 2 മണിക്കൂർ വെയിറ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആരാണ്? അത് ഇവരൊക്കെ ഈ മേക്കപ്പ് നമുക്ക് ഇങ്ങനെ ഫുൾ ടൈം ഹോൾഡ് ചെയ്ത് നിൽക്കണം അറിയാനത്തിന്റെ ഒക്കെ അല്ലേ? നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ എന്താണ് സൗദി വിടുന്നത്? ഇനി ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ 11-ാം തീയതി, കുറച്ച് പേര് 11-ാം തീയതി, കുറച്ച് പേര് 14-ാം തീയതി. അടുത്തത് ഇനി അങ്ങോട്ടാണ്? അടുത്ത ഇനി ദുബായ് ഫെസ്റ്റ്. ദുബായിലത്തെ ശുഭ്രം ദുബായ് ഫെസ്റ്റിലാണ് ഇനി അടുത്തതായിട്ട് കാണാൻ പോകണം അല്ലേ? അപ്പോൾ എന്തായാലും ഇതുപോലെ നിരവധി നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി കലാകാരന്മാർ സൗദിയിൽ എത്തിയിട്ടുണ്ട്. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1.